ആയിരിക്കാനായിട്ട് എനിക്കതിയായി സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, മേജർ സെമിനാരികൾ സഭയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന യാഥാർത്ഥ്യമാണ്. അതൊരു കേവലം ഏതാനും ആളുകളുടെ ഒരു കാര്യമല്ല. സഭ എന്താണ് ഉള്ളിൽ കരുതുന്നത് എന്നതിൻ്റെ ആവിഷ്കാരമാണ്. അതുകൊണ്ടാണ് അതിനെ പണ്ഡിതന്മാർ എക്സ് കോർദെ എക്ലീസിയെ എന്ന് പറയാറുണ്ട്. ഉള്ളിൽ സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് അത് വരുന്നത്. നമ്മളുടെ 4 പ്രധാനപ്പെട്ട സെമിനാരികൾ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സിനഡിൻ്റെ കാര്യസ്ഥതയിലുള്ളത്. ആലുവ വലിയൊരു കോസ്മോപൊളിറ്റൻ ഗ്രേറ്റർ കൊച്ചിൻ സിറ്റിയാണ്. ഇവോക്കിംഗ് മെമ്മറീസ് ഓഫ് ഇറ്റ്സ് യൂറോപ്യൻ മിഷണറീസ് ആൻഡ് എക്ലീസിയൽ ഫോർമേഷൻ. കോട്ടയത്ത് വരുവാണെങ്കിൽ, കോട്ടയം ഈസ് ദ ഹാർട്ട് ലാൻഡ് ഓഫ് ഓറിയൻ്റൽ ചർച്ചസ്. ഒരുപാട് സഭകളുടെ തലവന്മാർ, പൗരസ്ത്യ സഭകളുടെ നിറഞ്ഞു നിൽക്കുന്ന മിഡിൽ ട്രാവൻകൂറാണ് വടബാദൂർ സെമിനാരി. ഹിന്ദി കൾച്ചറും അതിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ശക്തനായാണ് നല്ല മിഷണറിമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത സെമിനാരി. നമ്മുടെ ഈ സെമിനാരി, കുന്നോത്ത് സെമിനാരി, ഇറ്റ് ഈസ് എ ഹാർട്ട് ലാൻഡ് ഓഫ് മൈഗ്രൻ്റ് സിറിയൻ കാത്തലിക്സ്. ഇവിടെ വലിയമറ്റം പിതാവും മറ്റു പിതാക്കന്മാരും എല്ലാം പറഞ്ഞു. ഇങ്ങനെ 4 ഓറിയൻറ്റേഷൻസാണ് ഈ 4 മേജർ സെമിനാരികൾ, സഭയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഈ സെമിനാരികൾ. നമ്മൾ തിയോളജിയിൽ ലോക്കൂസ് തിയോളജിക്കൂസ് എന്ന് പറയുന്ന പോലെ ഈ സെമിനാരികൾക്കും അതിൻ്റെ ഒരു ലോച്ചി, ആലുവ അതിൻ്റെ പ്രാധാന്യം, കോട്ടയത്തിൻ്റെ പ്രാധാന്യം, സത്തനായുടെ പ്രാധാന്യം, കുന്നോത്തിൻ്റെ പ്രാധാന്യം, അവർ വലിയ സാമ്പ്രദായികമായ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ 4 സെമിനാരികൾ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യസ്ഥിതിയിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധൻ മാനുവൽ ഗൊൺസാലസ് ഗാർസിയ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഐ വാണ്ട് എ സെമിനറി ഇൻ വിച്ച് കുർബാന or liturgy is in the pedagogical order the most effective stimulus, in the scientific the first teacher and the first subject, in discipline the most vigilant inspector, in the ascetic the most virtual model, in the economic the great providence, and in the architecture the cornerstone. കുർബാനയെക്കുറിച്ചുള്ള 7 നിരീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വലിയ പിതാവിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സഭയുടെ ഐക്യനായിട്ടുള്ള, സഭയെ സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാന അതീവ ആത്മീയത ഉളവാക്കുന്ന രീതിയിൽ, അതിൻ്റെ സമഗ്രമായ പൂർണ്ണമായ രീതിയിൽ വലിയ പിതാവ് നമ്മൾ ചേർന്ന് അർപ്പിച്ചപ്പോൾ, അതാണ് ഈ ജൂബിലിയുടെ ഏറ്റവും കാതലായ വസ്തുത എന്ന് ഞാൻ കരുതുകയാണ്. കുർബാനമധ്യേയും ഇവിടെയും പിതാവ് അതിസുന്ദരമായ തിരുവചന സന്ദേശങ്ങൾ നമ്മളുടെ അച്ഛന്മാർ വചന പ്രഘോഷണത്തിൽ സൂക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ മലബാർ സെമിനാരിയുടെ പശ്ചാത്തലത്തിൽ ഡിസറൻ്റ് തിരുമേനിയും പ്ലാസിഡച്ചനുമൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പ്ലാസിഡച്ചൻ്റെ ഒരു ക്യാപ്ഷനാണല്ലോ ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത് ആൻഡ് ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്. ഇതൊരു ട്രിനിറ്റേറിയൻ ക്യാപ്ഷനാണ്. ഇതൊരു ക്വാളിറ്റി ഫിലോസഫിയാണ്. ഇത് മൂന്നും നമ്മളുടെ ഈ ശ്ലൈഹിക പൈതൃകം ഈ രാജ്യത്ത് കാതോലികമായ വിശ്വസ്തതയിൽ, അതിൻ്റെ ഓറിയൻ്റൽ വർഷിപ്പിൽ ഒന്നിച്ച് ഒരേ സമയം വളർത്തിയെടുക്കേണ്ട കാര്യമാണ്. ഇതിനെ ഏതെങ്കിലും പിടിച്ച് വലിച്ചു കയറി അതിലൊന്നിലൂടെ പോകാൻ നമുക്ക് എളുപ്പമാണ്. പ്ലാസിഡച്ചൻ അതിൻ്റെ വിശദീകരണം പിന്നീട് പലപ്പോഴും പറഞ്ഞു. ഈ ഡയമെൻഷൻ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഈ അപ്പസ്തോലിക സഭയുടെ കുലീനതയും മഹത്വവും എല്ലാം നമുക്ക് കൈവരുന്നത് എന്ന് നമ്മൾ മറക്കരുത്. വലിയമറ്റം പിതാവ് ഈ സെമിനാരിക്ക് വേണ്ടി കൂടുതലായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ കൂട്ടത്തിൽ പൊരുന്നേടൻ പിതാവ് ഞാനും കമ്മീഷൻ മെമ്പേഴ്സായിരുന്നു 6-7 കൊല്ലത്തോളം.
അവിടെയെല്ലാം ഈ സ്ഥാപനം ഇതുപോലെ വളരുന്നതിന് വേണ്ടി വലിയമ്പറ്റം പിതാവ് കാണിച്ചിട്ടുള്ള താല്പര്യം വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാവുന്നതല്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടും പിന്നെ ആദ്യകാലത്തുള്ള കാര്യങ്ങളുമെല്ലാം. പിതാവ് ഈ മോശയെപ്പോലെ കടലിനെ കരയാക്കിയ ആളാണ്. ഇവിടെ പാറയെ വെള്ളമാക്കി മാറ്റിയ ആളാണ്. കയ്പ് ജലത്തെ മധുരമാക്കി മാറ്റിയ ആളാണ്. കാരണം ഇതെല്ലാം വളരെ സങ്കീർണമായ ഒരു കാര്യങ്ങളിലൂടെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവിടെ വളർന്ന ഒരു വലിയ സംവിധാനമാണ്. അതുപോലെ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് വെമ്പ്ലാനി പിതാവ് വളരെ സാമർഥ്യത്തോടുകൂടി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു രണ്ടാം തോമസ് അക്വീനാസ് ആണ്. അതുപോലെ കോംപ്രഹെൻസീവായിട്ടുള്ള വിസ്ഡമുണ്ട്. അക്വീനാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പിതാവിൻ്റെ മോട്ടോ: എനിക്ക് വേറൊന്നും വേണ്ട, നീ മാത്രം മതി. നോൺ നീസി ഡോമിനെ, നീ മാത്രം മതി, മറ്റൊന്നും വേണ്ട. അത് വലിയൊരു അക്വീനാസിൻ്റെ പ്രബോധനം മുഴുവൻ കാച്ചിക്കുറുക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അക്വീനാസ് അതിനുശേഷം പറഞ്ഞ ശക്തമായൊരു കാര്യം, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ലിംബിങ് ഞൊണ്ടി നടക്കുകയാണെങ്കിലും നമ്മൾ യഥാർത്ഥ വഴിയെ ഞൊണ്ടണം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡെസ്റ്റിനേഷൻ വ്യക്തമായിട്ട് കിട്ടും. നമ്മൾ അതിൽ നിന്ന് മാറി ഈ ഞൊണ്ടല് ലിംബിങ് വിഷമമാണ്, മാറി നടക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്തുകയില്ല. അദ്ദേഹം എനിക്ക് വേറൊന്നും വേണ്ട, നീ മാത്രം മതി എന്ന് പറഞ്ഞ ആ മോട്ടോ അത് വലിയൊരു പ്രബോധനമാണ്. പിതാവ് ബെൽജിയത്ത് പഠിച്ചപ്പോഴും സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിതാവിൻ്റെ തിയോളജിക്കലായിട്ടുള്ള അനാലിസിസിൻ്റെ കോമ്പിറ്റൻസാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ സെമിനാരി എപ്പോഴും ഇവിടെ വലിയമ്പറ്റം പിതാവ് പറഞ്ഞ പോലെ ഇതിൻ്റെ എക്ലീഷ്യൽ, ലിറ്റർജിക്കൽ, തിയോളജിക്കൽ, ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയാണ്. ആദിമസഭയുടെ പിതാവായ ക്ലെമന്റ് ഓഫ് റോം എഴുതിയിട്ടുണ്ട്, ഫീനിസ് ഓംനിയം എക്ലീസിയെ, എല്ലാത്തിൻ്റെയും അന്ത്യം സഭയാണ്. ഫീനിസ് ഓംനിയം എക്ലീസിയെ, സഭയെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട്, അതിൻ്റെ വിശുദ്ധമായ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കൈകെട്ടി പുറകോട്ട് നിന്നാൽ അവിടെ ഒന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. നമ്മളതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമ്മളിലൂടെ ആ വിശുദ്ധമായ കാര്യം മുമ്പോട്ട് പോകുന്നത്. അപ്പസ്റ്റോളിക് ട്രഡീഷൻ ആൻഡ് അപ്പസ്റ്റോളിക് സക്സഷൻ ഡിഫൈൻ ഈച്ച് അതർ. അത് വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളല്ല. സക്സഷൻ ഈസ് ദ ഫോം ഓഫ് ട്രഡീഷൻ ആൻഡ് ട്രഡീഷൻ ഈസ് ദ കണ്ടന്റ് ഓഫ് സക്സഷൻ. ഇത് ഒന്ന് മറ്റൊന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്, ഇന്റർ ലിങ്ക്ഡ് ആയിട്ട് വരുമ്പോഴാണ് അപ്പസ്റ്റോളിക് സക്സഷനിലൂടെ നമ്മളൊരു അപ്പസ്റ്റോളിക് ട്രഡീഷൻ കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് ഈ കുടിയേറ്റ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി ഇവിടെ ഈ വലിയ സെമിനാരി സ്ഥാപിതമായത്. വി ആർ സപ്പോസ് ടു ബി ദ സാൾട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉപ്പാകാനാണ്. ബട്ട് മെനി എ ടൈം സാൾട്ട് ഹാസ് ബിക്കം ഷുഗർ. ഉപ്പ് ആകേണ്ട സ്ഥലത്ത് അത് വിഷമമാണ്, എന്നാൽ നമുക്ക് പഞ്ചസാര കലത്തിൽ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ട്രാക്ക് തെറ്റി ഓടുകയാണ്. ഷുഗർ എന്ന് പറയുന്നത് ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യമാണ്. ഉപ്പാണ് ഏറ്റവും ഈശോയോട് ചേർന്ന് നിൽക്കുന്നതും ഏറ്റവും നല്ല സംവിധാനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതുമെല്ലാം. എ ട്രൂ ട്രഡീഷൻ does not need any bureaucratic protection. It is its own perpetual resurrection. ഒരു സത്യസന്ധമായ ട്രഡീഷനെ ആര് നോക്കിയാലും നശിപ്പിക്കാൻ ഒക്കെയില്ല. ഇറ്റ് ഈസ് പെർപെക്ച്വൽ റിസുറക്ഷൻ. നമ്മുടെ ഈ ശ്ലൈഹിക പൈതൃകം ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുന്നതിൻ്റെ കാരണം ആ ട്രഡീഷൻ പെർപെക്ച്വൽ റിസുറക്ഷൻ ആയതുകൊണ്ടാണ്. അതിനെ ആർക്കും തൊടാനോ നശിപ്പിക്കാനോ എടുത്തു മാറ്റാനോ വരിഞ്ഞു കെട്ടാനോ ഒന്നും സാധ്യമല്ല. അത് റിസുറക്ഷൻ്റെ വാന്താണ്. ഞാൻ സമയ പരിമിതി മൂലം ചുരുക്കിയാണ്.
റാറ്റ്സിംഗർ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ചർച്ച് ഷുഡ് നോട്ട് ബി എ ഗ്രൂപ്പ് ഓഫ് ഫ്രീ തിങ്കേഴ്സ്, ഇറ്റ് ഈസ് എ ക്രേഡൽ സൊസൈറ്റി. ഒരു ക്രേദോയുടെ ചുറ്റും ഒന്നിച്ചു കൂടുന്ന വിശ്വാസികളാണ് നമ്മൾ. നിക്കായ 1700 വർഷത്തിലാണല്ലോ ആ ക്രേഡൽ ഫോർമുല അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോഗ്മാറ്റിക് ഫോർമുല, അതിന് ചുറ്റും ഒന്നിച്ചിരുന്ന് അവിടെ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സഹനത്തിൻ്റെ എല്ലാം മഹത്വം നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രീച്ചിങ്ങിൽ ആ കാര്യം പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ വലിയ പിതാവ് പള്ളിയിൽ ഊന്നിപ്പറഞ്ഞതാണല്ലോ, എവിടെ പ്രീച്ചിങ് ഗോസ്പലിൽ നിന്ന് മാറിപ്പോകുന്നുവോ അവിടെ പിന്നെ വെറും സെക്യുലറിസവും സൊസൈറ്റൽ കാര്യങ്ങളുമേ ഉള്ളൂ. സഭയിൽ വന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളുടെയും മുഖ്യ കാരണം നമ്മൾ വൈദികർ സുവിശേഷത്തിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങൾ അൾത്താരയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, സുവിശേഷത്തിലേക്ക്, പരിശുദ്ധമായ പാരമ്പര്യത്തിലേക്ക്, സമ്പൂർണമായ ആരാധന അനുഷ്ഠാനത്തിലേക്കൊക്കെ എത്താനുള്ള വലിയ ഒരു സ്ഥാപനമാണ് ഈ കുന്നോത്ത് സെമിനാരി. ഇതിൻ്റെ അടിസ്ഥാനപരമായ ചരിത്രമെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 പിതാക്കന്മാർ ഇവിടെ സംസാരിച്ചു. അവർ ഈ ചരിത്രം ജീവിച്ചവരും കൊണ്ടു നടക്കുന്നവരുമാണ്. വലിയ പിതാവ് ഈ ഉദ്ധാനകോനെപ്പറ്റി നമുക്കറിയാലോ, ഒറ്റ വാക്കാണത് ഉദ്ധാനകോൻ. നമ്മളത് മലയാളത്തിൽ മിശിഹായുടെ കൽപ്പനയനുസരിച്ച് അല്ലെങ്കിൽ അത് നമുക്ക് ആ ക്രമത്തിലേക്ക് നമുക്ക് കടക്കാം, നമുക്ക് അനുവാദമുണ്ടോ എന്ന് പറഞ്ഞ പിതാവ് അത് പാടുമെന്ന് ഞാൻ വിചാരിച്ചു. പിതാവ് ഒറ്റ വാക്കാണ്, പിതാവ് അത് പാടാത്തതുകൊണ്ട് ഞാൻ പാടാം. ഉക്താനഹോ ഓ ഓ ഇതാണ് പിതാവ് പാടാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പാടിയത് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രിയങ്കരനായ റെക്ടച്ചനെയും ഞണ്ടക്കാട്ട് പിതാവിനെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ഇതിനെല്ലാം ശക്തമായ നേതൃത്വം കൊടുക്കുന്ന പാമ്പ്ലാനി പിതാവ്, അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാം നമുക്ക് സുപരിചിതമാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.